ഹായ് വെൽക്കം ഓൾ. ടുഡേ ടോപ്പിക് ഒബ്സർവേഷനെ കുറിച്ചിട്ടാണ്. ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, സയൻറ്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടൂളാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്. നമ്മൾ റിസർച്ച് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്ററി പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒബ്സർവേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത്. In research purposes, it is systematically planned, carefully carried out, accurately recorded, and precisely checked, controlled, and scrutinized to ensure reliability and validity. അപ്പോൾ നമ്മളൊരു റിസർച്ച് പർപ്പസിനൊക്കെ ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ റിസർച്ച് പർപ്പസ് അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ചെയ്യുന്നത്, കെയർഫുള്ളായിട്ടായിരിക്കും ചെയ്യുക, ആക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യും ഓരോ കാര്യങ്ങൾ. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ വിശ്വാസ്യതയ്ക്കും അതുപോലെ തന്നെ അതിൻ്റെ വാലിഡിറ്റിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒബ്സർവേഷൻസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ, കൺട്രോൾഡ് ആൻഡ് അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ, ഹ്യൂമൻ ആൻഡ് മെഷീൻ ഒബ്സർവേഷൻ. അതിൽ ആദ്യത്തേതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഒബ്സർവേഷൻ ഓഫ് ആൻ ഇവൻറ്റ് പേഴ്സണലി ബൈ ദ ഒബ്സർവർ. നമ്മളൊരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് ആ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ആ ഒബ്സർവർ സ്വന്തമായിട്ട് പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. കാരണം നമുക്ക് അതിൻ്റെ റെക്കോർഡ്, അതിൻ്റെ നെസസറി ആസ്പെക്റ്റ് അനുസരിച്ച് നമുക്ക് ഒരു ഇവൻറ്റിൻ്റെ ബിഹേവിയറിൻ്റെ റെക്കോർഡൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പ്ലേസസ് ഒക്കെ ഷിഫ്റ്റ് ചെയ്യാൻ, നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് പോയി ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ ഒബ്സർവേഷൻ്റെ ഫോക്കസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ ഡയറക്റ്റ് ഒബ്സർവേഷനിൽ പോസിബിളാണ്. ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പം ആ ഒബ്സർവറിൻ്റെ ഫിസിക്കൽ പ്രസൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമില്ല. ദിസ് ഈസ് ഒബ്സർവേഷൻ വിച്ച് ഡസ് നോട്ട് ഇൻവോൾവ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ദി ഒബ്സർവർ. നമ്മൾ ഈ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ്റെ കേസിൽ റെക്കോർഡ് ചെയ്യുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ യൂസ് വഴിയാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പം അത് ഒരു പ്രീ അറേഞ്ച്ഡ് പ്ലാൻസ്, ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിൽ നമ്മൾ പ്രീ ആയിട്ട് അറേഞ്ച് ചെയ്ത് ആ പ്ലാൻസൊക്കെ വെച്ച് ചെയ്യുന്നതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇത് സയൻറ്റിഫിക് റിസർച്ചേഴ്സിലൊക്കെയാണ് ജനറലി എംപ്ലോയ് ചെയ്യുന്നത്. ഒരു സ്പെസിഫിക് കൺട്രോൾ പറഞ്ഞ മാതിരി സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രോൾഡ് കണ്ടീഷനിൽ യൂസ് ചെയ്തിട്ടാണ്, ഒരു ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടൊക്കെ വേണ്ടിയിട്ട്, ആക്യുറസിക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൺട്രോൾഡ് ഒബ്സർവേഷൻ is significant in that it provides formalized data based on which valid generalizations can be made with some degree of acceptability. അപ്പോൾ നമ്മൾ കുറച്ച് ഒബ്സർവേഷൻസ് കഴിയുമ്പോഴേക്കും നമുക്കൊരു ജനറലൈസേഷൻ കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ കുറച്ച് നോക്കി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു കാര്യം ലാസ്റ്റ് ഇന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും, ജനറലൈസ് ചെയ്യാൻ പറ്റും വാലിഡായിട്ട്. അത് അക്സെപ്റ്റബിൾ ആയിരിക്കുകയും ചെയ്യും. സോ അതാണ് കൺട്രോൾഡ് ഒബ്സർവേഷൻ. ഇനി അൺകൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മൾ പ്ലാനറ്ററി മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ജനറൽ ഐഡിയ ആയിട്ട് പറയാൻ അല്ലെങ്കിൽ ജനറലൈസേഷനായിട്ട് നമുക്കൊരു കാര്യം പറയാനായിട്ട് പറ്റില്ല. സോ അത് അൺകൺട്രോൾഡ് ഒബ്സർവേഷനാണ്. അടുത്തത് ഹ്യൂമൻ ഒബ്സർവേഷൻ. ഹ്യൂമൻ ഒബ്സർവേഷൻ എന്ന് പറയുമ്പം ദിസ് ഈസ് ഒബ്സർവേഷൻ മെയ്ഡ് ഇൻ നാച്ചുറൽ എൻവയോൺമെൻറ്റ് യൂസിങ് ഓൺലി ദ സെൻസസ് ഓഫ് ഒബ്സർവർ. ഒരു ഒബ്സർവറിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ സെൻസസ് ഉപയോഗിച്ചിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ നടത്തുന്ന ഒബ്സർവേഷനാണ് ഹ്യൂമൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡിവൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മെഷീൻ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഇൻ വിച്ച് ടെക്നിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്, നമ്മൾ എന്തെങ്കിലും ടെക്നിക്കൽ ഡിവൈസോ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത്, ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുന്നത് മെഷീൻസിൻ്റെ ഹെൽപ്പോടെയാണ്. സോ ഇത്രയേ ഉള്ളൂ ഒബ്സർവേഷനിൽ: direct observation, indirect observation, controlled and uncontrolled, human observation and machine observation. Thanks for watching.